ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച 6 മാർച്ച് 2026, ഈ മാസത്തിലെ 6-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 65-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 20-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: നമ്മിൽ താഴ്മ, വിനയം, സൗമ്യത ഉണ്ടോ? നമ്മിൽ താഴ്മ, വിനയം, സൗമ്യത എന്നിവ ഉണ്ടോ? അതിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യമാണ്. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്നാണ് ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നത്. താഴ്മ, വിനയം, സൗമ്യത. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അത്യാവശ്യമായി വേണ്ടത് സദ്ഗുണമാണ് താഴ്മ. ദൈവപുത്രനായ യേശു ക്രിസ്തു താഴ്മയുടെ അവതാരമാണ്. താഴ്മയുടെ പ്രതീകമായ കാലിത്തൊഴുത്തിലാണ് അവിടുന്ന് പൂജാതനായത്. താഴ്മയുടെ പര്യായമായ കന്യമറിയാമിന്റെ ഉദരത്തിലാണല്ലോ ദൈവപുത്രൻ ഉരുവായത്. താഴ്മയുടെ പ്രതീകമായി കാണുന്ന കഴുതപ്പുറത്താണ് യേശുദേവൻ യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയത്. താഴ്മയുടെ ദൃഷ്ടാന്തമായിട്ടാണ് അവിടുന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. സർവശക്തനായ ദൈവപുത്രൻ മാനവ കുലത്തിന്റെ രക്ഷകനായി താണിറങ്ങി മനുഷ്യരൂപമെടുത്ത് കാൽവറിയിൽ യാഗമായി തീർന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും എന്ന ഗിരിപ്രഭാഷണം എത്ര അർത്ഥവത്താണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സാമൂഹ്യ സേവന രംഗത്ത് ത്യാഗപൂർവം പ്രവർത്തിച്ച മഹാന്മാരുടെ എല്ലാം സവിശേഷത ഒരു സ്വഭാവ വിശേഷമായിരുന്നു താഴ്മ അഥവാ വിനയം. ഫാദർ ഡാമിയൻ വളരെ വിനയാന്വിതനായിട്ടാണ് കുഷ്ഠരോഗികളുടെ ശുശ്രൂഷയ്ക്കായി ജീവിതം മാറ്റിവെച്ചതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അഗതികളുടെ അമ്മ മദർ തെരേസ വിനയത്തിന്റെ ഉത്തമ മാതൃകയാണ്. ഒരിക്കൽ ഒരു അനാഥാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി സംഭാവന സ്വീകരിക്കുന്നതിനായി ഒരു ഭൂ ഉടമയുടെ അടുത്ത് എത്തിയപ്പോൾ അയാൾ തന്റെ സുഹൃത്തുക്കളുമായി കുശലം പറഞ്ഞുകൊണ്ട് മുറുക്കി രസിക്കുകയായിരുന്നു. ആ വേളയിൽ ഈ മെല്ലിച്ച ഒരു സ്ത്രീ അനാഥാലയത്തിന് വേണ്ടിയിട്ട് സംഭാവന ചോദിച്ച് കൈകൾ നീട്ടി. ആ അഹംഭാവിക്ക് അത് രസകരമായി തോന്നിയില്ല. ആ ഭൂമി ഉടമ എന്താണ് ചെയ്തത്? ആ അമ്മയുടെ നീട്ടിയ കൈകളിൽ മുറുക്കി തുപ്പി. മദർ ഉടനെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ ധനികന്റെ ആ ചിന്ത തെറ്റി. കൂട്ടുകാരെ ഒക്കെയും അത്ഭുതപ്പെടുത്തത്തക്കവണ്ണം മദർ ആ തുപ്പൽ തന്റെ കുപ്പായത്തിൽ തൂത്തിട്ട് വളരെ വിനയത്തോടെ പറഞ്ഞു, ദാറ്റ് വാസ് ഫോർ മീ. ഈ തുപ്പൽ ഞാൻ സ്വീകരിച്ചു. ഇനിയും അനാഥാലയത്തിന് എന്തെങ്കിലും ചെയ്താലും എന്ന് താഴ്മയായി അപേക്ഷിച്ച് പറഞ്ഞു. അത് ആ മനുഷ്യന്റെ ജീവിതത്തെ തന്നെ തിരുത്തുകയും അന്നു മുതൽ അദ്ദേഹം മദർ തെരേസയുടെ ഒരു ശുഭചിന്തകനായി മാറുകയും ചെയ്തു. അന്നു മുതൽ ഒരു ആലയത്തിന് വേണ്ടി മാത്രമല്ല, അനേക അനാഥ ആലയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പിന്നീടുള്ള ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ നമുക്ക് താഴ്മ വേണം. താണ നിലത്തെ നീരോടു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവിടെ ദൈവം തുണ ചെയ്യുകയുള്ളൂ എന്ന് ആണ് കവിവാക്യം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം നമ്മൾ നോക്കിയല്ലോ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു.
വിശുദ്ധ കന്യകമറിയാം അമ്മയെ താഴ്മയുടെ പര്യായമായിട്ടാണ് വിശുദ്ധ വേദ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗബ്രിയേൽ മാലാഹ ദൂത് അറിയിച്ചപ്പോൾ വിശുദ്ധ മറിയ പ്രതിവദിച്ചത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. എത്ര വിനയാന്വിതമായ മറുപടിയാണിത്. എലിസബത്തിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ മറിയാൻ പറഞ്ഞത്, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ താഴ്മ ഒരിക്കലും നിഷ്ക്രിയത്വമല്ല. ഇല്ലാതെ എന്തു വന്നാലും സഹിച്ചുകൊള്ളാം എന്ന മനോഭാവമല്ല വിനയം. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. താഴ്മയ്ക്ക് ഉന്നതമായ മാനം ഉണ്ടായിരിക്കണം. താഴ്മ ത്യാഗത്തിലൂടെയാണ് ബലപ്പെടുന്നത്. യഥാർത്ഥ ഉയർച്ച താഴ്മയിലൂടെ മാത്രമേ കരസ്ഥമാകുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 147:6 ഇപ്രകാരം പറയുന്നു, യഹോവ താഴ്മയുള്ളവരെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. മാത്രമല്ല സങ്കീർത്തനം 149:4 പറയുന്നത്, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും എന്നും പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും എല്ലാം പരമാവധി വിനയം പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സ്വഭാവ വിശേഷമാണ് അദ്ദേഹത്തെ മഹാത്മാവായി ഉയർത്തിയത്. അഹിംസയുടെ തീവ്രമന്ത്രം ഉച്ചരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ഈ താഴ്മ കൊണ്ടാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ ആ അർദ്ധനഗ്നനായ ഫക്കീറിന് കഴിഞ്ഞുവെന്നാണ് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ എഫേസിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന വിളിക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവീൻ എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ഏറ്റവും താഴ്മയുള്ള ഒരു ഇടയ ബാലനായിരുന്നു. ആ താഴ്മയിലൂടെ അവൻ രാജാവായി ഉയർത്തപ്പെട്ടതായി നമുക്ക് ഏവർക്കും അറിയാം. എളിമയാണ് തെളിമ എന്ന ഒരു ചൊല്ലുണ്ടല്ലോ. വിനയത്തിന്റെ മഹത്വത്തെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്. വിനയത്തോടു കൂടിയുള്ള സംസാരവും പ്രവൃത്തിയും നമുക്ക് ആദരവും ബഹുമാനവും നേടിത്തരുന്നു. അഹങ്കാരം, പൊങ്ങച്ചം എന്നിവ മറ്റുള്ളവരിൽ പുച്ഛവും വെറുപ്പും ഉളവാക്കുന്നു. സത്യത്തെ നിഷേധിക്കുകയും നിന്ദിക്കുകയുമാണ് അഹങ്കാരം. ഞാൻ എന്ന ഭാവം വെടിയുന്നതാണ് വിനയം. വിനയം ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടാക്കുന്നു. പച്ചയായി ചിന്തിക്കുന്നതിനും വിലയിരുത്തുന്നതിനും സഹായിക്കുന്ന സൗമ്യതയും വിനയവുമാണ് നമ്മുടെ ജീവിതത്തെ തികച്ചും ശാന്തസുന്ദരമാക്കുന്നു. അവരുടെ മനസ്സ് പ്രശാന്തവും നിർമ്മലവുമായിരിക്കും. അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമയാകാന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ. ഈ വലിയ നോമ്പ് നാം ഓരോരുത്തരും ഒരു ആത്മീയ തീർത്ഥാടനമായി സ്വീകരിക്കുന്നുവെങ്കിൽ, നാം അതിനെ അങ്ങനെ കൊണ്ടാടുന്നുവെങ്കിൽ, ആ ഉയർപ്പിന്റെ ദിവസം നമുക്ക് ആത്മീയമായി സന്തോഷിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നോമ്പ് നോക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യാം എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.